ഇന്നത്തെ നമ്മുടെ ചർച്ച BJP ബാന്ധവും ഇടതിനോ വലതിനോ എന്നാണ്. സാധാരണ നമ്മളെല്ലാ ഇലക്ഷനും വരുമ്പോൾ കേൾക്കുന്നതെന്ന് വെച്ചാൽ കോലീബി സഖ്യം എന്ന്. ഇപ്രാവശ്യം നേരത്തെ തിരിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിൻ്റെ കൺവീനർ EP-ൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. കേരളത്തിൽ BJPയും ഇടതുപക്ഷം തമ്മിലാണ് മത്സരം. അതുപോലെ BJPയുടെ സ്ഥാനാർത്ഥികൾ താരതമ്യേന വളരെ നല്ല പ്രഗത്ഭരാണ്. കോൺഗ്രസ് ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ചർച്ച. ഈ കോലീബിന് പകരം ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ BJP ബാന്ധവം? ഞാൻ അതല്ല, ഒരു ബന്ധവും ഇല്ല എന്നുള്ള BJPയുടെ പ്രതിനിധി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPM-ൻ്റെ സഹയാത്രികനായ വാഹിദ് നാട്ടിക, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് ഇൻഗാസിൻ്റെ ഗ്ലോബൽ മെമ്പർ അഡ്വക്കേറ്റ് അജി കുര്യാക്കോസ്, BJPയുടെ പ്രതിനിധിയായിട്ട് രമേശ് മന്നത്ത്. അപ്പോൾ ആദ്യമായിട്ട് സഖാവിൻ്റെ മറുപടി തന്നെ ആവട്ടെ. ചോദ്യം അങ്ങോട്ടാണല്ലോ ആദ്യം. അടിസ്ഥാനപരമായിട്ട് ഇടതുപക്ഷം ശക്തമായ ഒരു പ്രദേശത്തേക്ക് BJPക്ക് വരിക എന്നുള്ളത് ആശയപരമായി തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇടതുപക്ഷം ഉന്നയിക്കുന്ന പ്രത്യയശാസ്ത്രം മാനവികതയുടെയാണ്. അപ്പോൾ അതൊരു വർഗീയതയ്ക്ക് തീർച്ചയായിട്ടും കയറി വരിക എന്നുള്ളത് അപ്രായോഗികമായൊരു കാര്യമാണ്. ഇപ്പോൾ വർഗീയതയുടെ അല്ലെങ്കിൽ വലതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരിക്കും ഏത് കാലവും ഇടതുപക്ഷം. അതിൻ്റെ ഒരു ഐഡിയോളജിക്കൽ ഇതാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ BJPക്ക് അല്ലെങ്കിൽ RSSന് അതിൻ്റെ വേരുറപ്പിക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാന തടസ്സം ഇടതുപക്ഷമാണ് എന്നുള്ളതാണ്. അപ്പോൾ അവർ ബംഗാളിൽ വേറെ വഴികളിലൂടെ തകർത്തു, ത്രിപുരയിൽ തകർത്തു, അതുപോലെ തകർക്കാനുള്ള. അപ്പോൾ ത്രിപുരയിൽ തകർത്തത് വളരെ നല്ല രീതിയിലാണ്. കോൺഗ്രസിനെ മൊത്തത്തിൽ വിലക്കെടുത്ത് മൊത്തം കോൺഗ്രസ് പാർട്ടിയെ BJP ആക്കി. ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രി മുൻ കോൺഗ്രസ് നേതാവാണ്. അങ്ങനെ മൊത്തം കോൺഗ്രസിനെ എടുത്തുകൊണ്ടാണ്. അതേ സ്ട്രാറ്റജിയുമായിട്ടാണ് കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്. കേരളത്തിൽ പണ്ട് തൊട്ടേ ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധത്താൽ മാത്രം നിലനിന്നിരുന്നതാണ് UDF എന്നുള്ള സംവിധാനം. അപ്പോൾ അത് നമുക്ക് ചരിത്രപരമായി അറിയാം. വടകര ബേപ്പൂർ, കേരള രാഷ്ട്രീയത്തിൽ കുപ്രസിദ്ധി ആർജിച്ച വടകര ബേപ്പൂർ സഖ്യം വളരെ പരസ്യമായിട്ട് തന്നെ കോൺഗ്രസും ലീഗും BJPയും ചേർന്നുകൊണ്ട് പൊതു സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് മത്സരിപ്പിച്ച് ജയിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ കേരളത്തിലെ മതേതര മനസ്സ് തോൽപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷേ അവിടെ വെച്ച് അവസാനിക്കുന്നില്ല. കരുണാകരനാണ് അതിൻ്റെ പിന്നണിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത്. കരുണാകരൻ്റെ ആ അനുയായികൾ ആ പ്രവൃത്തി തുടർന്നുകൊണ്ടേയിരുന്നു. കേരളത്തിൽ ഓരോ തെരഞ്ഞെടുപ്പിലും നമുക്ക് കാണാൻ കഴിയും. BJPക്ക് എപ്പോഴും കോൺഗ്രസ് BJP, അത് കെ സുധാകരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഒരു സംഘർഷവും ഇല്ല, ഞങ്ങൾ ഒന്നാണ്, മനസ്സുകൊണ്ടൊന്നാണ്. ഞാൻ RSSന് കാവൽ നിന്നിട്ടുള്ളതാണ്. ഞാൻ RSS ഇവിടെ പ്രവർത്തിക്കേണ്ട സംഘടനയാണ്. മാനസികമായ RSS ആയിരിക്കുന്ന ഒരു KPCC പ്രസിഡൻ്റാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ചർച്ച, താങ്കൾ ചോദിച്ച ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. കാരണം ഇപ്പോൾ സംഘപരിവാർ സംഘടനയായാണ് കേരളത്തിലെ സുധാകര കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു സംഘപരിവാർ സംഘടനയാണ്. അവരെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക എന്നുള്ളതാണ് അജണ്ട. അതിൻ്റെ വളരെ കൃത്യമായ രീതിയാണ്. BJP 100% ജയിക്കുമെന്ന് ഉറപ്പുള്ള ഒരു രാജ്യസഭാ സീറ്റ് അഥവാ KC വേണുഗോപാൽ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ 100%, കാരണം രാജസ്ഥാനിലെ വോട്ട് നില നോക്കിയാൽ അറിയാവുന്ന കാര്യമാണ്, 100% ജയിക്കുമെന്ന് ഉറപ്പുള്ള രാജ്യസഭയിൽ ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സംഘപരിവാറിൻ്റെ പൂർണ്ണ അജണ്ട കൊണ്ടുവരാതിരിക്കാനുള്ള പ്രധാന കാരണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് രാജ്യസഭയിലേക്ക് ഒരു അംഗത്തെ നേരിട്ട് കൊടുക്കാൻ വേണ്ടി ഒരു MP-യെ ഉണ്ടാക്കുകയാണ്. അതിനുവേണ്ടി ഒരു MP-യെ അതിനുവേണ്ടി ഇവിടെ ഒരു മത്സരം നടത്തുകയാണ്. അതുപോലെ തന്നെയാണ് പാലക്കാട് അറിയാം, കഷ്ടിച്ച് ഇടതുപക്ഷത്തിൻ്റെ വോട്ടോടുകൂടിയാണ് ഷാഫി പറമ്പിൽ ജയിച്ചത്. കോൺഗ്രസ്സുകാർ ഷാഫി പറമ്പിൽ ശ്രീധരനെ കൊണ്ടുപോയി കുത്തി. അവസാനം ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള പഞ്ചായത്തുകളിൽ എത്തിയപ്പോഴാണ് ഷാഫി ജയിക്കുന്നത് 3000 വോട്ടിന്. ആ ഷാഫിയെ തന്നെ കൊണ്ടുവന്നിട്ട് ഇവിടെ വടകരയിൽ നിർത്തുകയാണ്. എൻ്റെ ഉദ്ദേശം പാലക്കാട് സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇത് വളരെ കൃത്യമായ അജണ്ടയിലാണ്. ഇത് സുധാകരനാണ് നിശ്ചയിക്കുന്നത്. സുധാകരൻ്റെ അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം അടിസ്ഥാനപരമായി ഒരു കോൺഗ്രസ്സുകാരനല്ല. അദ്ദേഹം അടിസ്ഥാനപരമായി പണ്ടേ ഒരു സംഘടനാ കോൺഗ്രസ്സാണ്. പിന്നീട് ഇപ്പോൾ അദ്ദേഹം ഒരു 95% RSS ആയി കഴിഞ്ഞു. അപ്പോൾ കേരളത്തിൽ കോൺഗ്രസ്
BJP എന്നുള്ളത് സഖ്യമല്ല, അതവർ ഒന്നിച്ച് നിൽക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് ഒരു സംഘപരിവാർ സംഘടനയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് ഇടതുപക്ഷ ആ ഒരു ധൈര്യമാണ്. അല്ലെങ്കിൽ നോക്കൂ, കേരളത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ വോട്ട് ബേസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആകെ മുസ്ലിം ലീഗ് ഒഴികെ UDF ശക്തമായ ഒരു സംഘടനയില്ല. എന്നിട്ടും ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ 20 സീറ്റും ജയിക്കുമെന്നുള്ള പറയുന്നതിൻ്റെ ഒരേ ഒരു ബേസ് ഞങ്ങൾ BJPയുമായി ഉറപ്പിച്ചിട്ടുള്ള കച്ചവടമാണ്. അതെന്തായാലും കേരളത്തിൻ്റെ മതേതര മനസ്സിൽ ഈ തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകും, ഒരു സംശയവും വേണ്ട. സംഘപരിവാർ സംഘങ്ങളെ, അത് കേരളത്തിലെ കോൺഗ്രസ് ആണെങ്കിലും കേരളത്തിലെ BJP ആണെങ്കിലും, ഈ കേരള നാട്ടിൽ വാഴാൻ മലയാളിയുടെ മതേതര മനസ്സ് സമ്മതിക്കില്ല. ഓക്കെ, ഇതിന് മറുപടി ആദ്യം പറയേണ്ടത് കോൺഗ്രസ് നേതാവ് തന്നെയാണ്. അപ്പം ശ്രീ വാഹിദ് നാട്ടിക അദ്ദേഹം ഒരു ഇടതുപക്ഷ ചിന്താഗതിയോട് കൂടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം അദ്ദേഹം പറഞ്ഞു വരുന്നത്, നിങ്ങൾക്കറിയാം, ഇന്ത്യ ഭരിക്കുന്ന മുഖ്യ പാർട്ടി എന്ന് പറയുന്നത് ഇന്ന് BJP ആണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിപക്ഷം എന്ന് പറയുന്നത്, പ്രതിപക്ഷ പാർട്ടി, അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളിലും വേരോട്ടമുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. BJPയുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ്. ഇത് ഇപ്പം നമ്മൾ വളരെ ഈ നാരോ മൈൻഡഡ് ആയിട്ട് ചിന്തിക്കുമ്പോഴാണ് വാഹിദിനെ അങ്ങനെയൊക്കെ സംസാരിക്കാനായിട്ട് കഴിയുന്നത്. ഇത് കേരളത്തിലെ കാര്യമല്ല ഇപ്പം നമ്മൾ സംസാരിക്കുന്നത്. ഇന്ത്യ ഭരിക്കേണ്ട തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി, ഇന്ത്യ ഭരിക്കേണ്ട പാർട്ടി ആര് എന്നുള്ളതാണ് ചോദ്യം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വേരോട്ടമുള്ള മിക്കവാറും സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷമായിട്ടിരിക്കുന്ന ഒരു പാർട്ടിയും ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയും തമ്മിലുള്ള നേരിട്ടുള്ള ഫൈറ്റ്, മുഖാമുഖമുള്ള ഫൈറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഫൈറ്റിൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ഭരിക്കേണ്ട, ഈ കോൺഗ്രസിന് ഇന്ത്യ ഭരിക്കേണ്ട, BJP ഭരിച്ചോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ സീറ്റുകളൊക്കെ BJP വെച്ച് കൊടുക്കുന്നതെന്ന് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സ്ട്രാറ്റജിയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറയുന്ന സ്ട്രാറ്റജിക്ക് അനുസരിച്ച് ഇടതുപക്ഷത്തെ ജയിപ്പിച്ചു കഴിഞ്ഞ് ഇടതുപക്ഷത്തെ തോൽപ്പിക്കുന്നതിന് വേണ്ടി BJPയും കോൺഗ്രസും കൂടി ഒരുമിച്ച് മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. എന്ത് ബെനിഫിറ്റാണ് അതിന് കോൺഗ്രസ് ഉള്ളത് എന്നുകൂടി അദ്ദേഹം പറയേണ്ടതായിട്ടുണ്ട്. BJPയുടെ കൂടെ കോൺഗ്രസ് നിൽക്കുകയും BJPക്ക് വേണ്ടി കോൺഗ്രസ് വോട്ട് മറിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആർഗ്യുമെന്റ് സേക്ക് അങ്ങനെ ചെയ്താൽ കോൺഗ്രസിനുള്ള ഗുണം എന്താണെന്നുള്ളതാണ് ചോദ്യം. കോൺഗ്രസിന് കേന്ദ്രം ഭരിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ കോൺഗ്രസിന് കേരളം ഭരിക്കാൻ സാധിക്കുമോ? കോൺഗ്രസ് ജനങ്ങളോട് എന്ത് ഉത്തരം പറയാനാണ് സാധിക്കുന്നത്? അപ്പൊ ഇവിടെ ഇന്ന് BJPയുടെ ഒരു സ്ഥാനാർത്ഥി ജയിക്കുകയാണെങ്കിൽ അതിന്റെ ചോദ്യം മുഴുവൻ കോൺഗ്രസിനോടാണ്. കോൺഗ്രസിന്റെ പ്രവർത്തകരും അതുപോലെ തന്നെ നിഷ്പക്ഷരായ ജനങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി BJPയുടെ കാൻഡിഡേറ്റിനെ തോൽപ്പിച്ചില്ല എന്ന് ചോദിക്കുന്നു. അതിന് ഉത്തരമാണ് തൃശ്ശൂരിൽ നമ്മൾ കണ്ടത്. കാരണം 99,000 വോട്ടുകൾക്ക് ജയിച്ച K. മുരളീധരനെ വടകരയിൽ നിന്ന് പറിച്ച് തൃശ്ശൂരിൽ കൊണ്ടുവന്നതിന്റെ പ്രധാനപ്പെട്ട വിഷയം തന്നെ ഒരു ശക്തമായ ഫൈറ്റ് കൊടുക്കണം, BJPയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് ശക്തമായ ഒരു ഫൈറ്റ് കൊടുക്കണം എന്നുള്ള ഞാൻ ചെറിയൊരു ഉദാഹരണമാണ് പറഞ്ഞത്. നേമത്ത് നിങ്ങൾ കണ്ടു. ഇതൊക്കെ ഒരു ചെറിയ ഉദാഹരണങ്ങളാണ് ഈ പറയുന്നത്. വട്ടിയൂർക്കാവിൽ നിങ്ങൾ കണ്ടു. വട്ടിയൂർക്കാവിൽ ആരാണ് 2ാം സ്ഥാനത്ത്? BJP ആണ്. നേരെ മറിച്ച് നിങ്ങൾ എവിടെ കണ്ടു? തിരുവനന്തപുരത്ത് കണ്ടു. കഴിഞ്ഞ 2 തവണയും BJP കാൻഡിഡേറ്റാണ് 2ാം സ്ഥാനത്ത് വന്നത്. അപ്പൊ ഇവിടെ ഞങ്ങൾ ശക്തമായ കാൻഡിഡേറ്റ്സിനെയാണ് കൊടുക്കുന്നത്. A ക്ലാസ് മണ്ഡലമായിട്ട് പ്രഖ്യാപിക്കുകയാണ് ആലപ്പുഴയിൽ. കാരണം എന്താണ്? അത് വളരെ അവസാനം BJP പ്രഖ്യാപിക്കുന്നു. അതിന്റെ കാരണം അവിടെ BJP ശക്തമായ വേരോട്ടം ഉണ്ടായി എന്നുള്ളതാണ്. കഴിഞ്ഞ MM ആരിഫ് മത്സരിച്ച് ജയിച്ച മണ്ഡലത്തിൽ BJP ശക്തമായ വേരോട്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് 2ാം സ്ഥാനത്ത് A+ എന്നുള്ള 2ാം ഘട്ടത്തിൽ A+ മണ്ഡലമായിട്ട് ആലപ്പുഴയിൽ കൊണ്ടുവന്നത്. അവിടെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെയാണ് മത്സരിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ 2ാമൻ ആരെന്ന ചോദ്യത്തില് രാഹുൽ ഗാന്ധിക്ക് ശേഷം KC വേണുഗോപാൽ എന്ന ശക്തനായ കാൻഡിഡേറ്റിനെ തന്നെ ഞങ്ങൾ ഇറക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറയും രാജ്യസഭാ സീറ്റ് പോകുന്നത്. രാജ്യസഭാ സീറ്റാണോ ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത്? ലോകസഭയിലെ ഭൂരിപക്ഷത്തിനാണോ രാജ്യസഭയിലെ ഭൂരിപക്ഷത്തിനാണോ? അതെനിക്ക് തോന്നുന്നു വാഹിദ് അത് തെറ്റിദ്ധരിച്ചു പോയതാണെന്നാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ ഭരിക്കേണ്ട ഭൂരിപക്ഷം വരുന്നത് ലോകസഭയിലാണ്. അവിടെ ഒരു സീറ്റ് പ്രധാനമാണ്. അതുകൊണ്ടാണ് ശ്രീ KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നത്. അപ്പൊ ആകെ മൊത്തം നിങ്ങൾ നോക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്നും പറയുന്ന സംഭവമാണ് വടകരയിലെ കോലീബി സഖ്യം. അതിനു മുൻപ് ജനസംഘത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളല്ലേ ശ്രീ പിണറായി വിജയൻ. അതെന്താ നിങ്ങൾ മറന്നത്? അത് എന്റെ സുഹൃത്ത് രമേശ് പറയും. കാരണം നിങ്ങളിപ്പോ ഒന്നായിരുന്നു ഒരു കാലത്ത്. പ്രവർത്തിക്കുക മാത്രമല്ല അവരുടെ വോട്ട് നേടി ജയിച്ച ആളുമാണ്. അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടി പോസ്റ്റ് അടിച്ചതാണ്.
ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ചെറിയ ലോകത്ത് എല്ലാ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ ഈ ഒരു കോലീബി സഖ്യം മാത്രം പറഞ്ഞ് എപ്പോഴും ഇത് പറയരുത്. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ് ആർക്കാണ്? എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇപ്പൊ കരുവന്നൂരിൽ നടക്കുന്ന ED അന്വേഷണം, ഇതിനു മുൻപ് വീണ വിജയനെതിരെ വന്ന ED അന്വേഷണം, ആദ്യം നടന്ന അവിടെ നിൽക്കുകയും രണ്ടാമത് പുതുതായിട്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ ഈ അന്വേഷണം കൊണ്ടുവരുന്നതിന്റെ സാങ്കത്യം മാത്രം ജനങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരം നിങ്ങൾ പറയും. അതായത് കരുവന്നൂരിൽ നടക്കുന്ന ഈ ED അന്വേഷണം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഈ അഡ്ജസ്റ്റ്മെന്റ് എന്താണ്? നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ ജില്ലയിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക, തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ. തീർച്ചയാണ് ഇടതുപക്ഷത്തിൽ സുനിൽകുമാറോട് എനിക്ക് വളരെ സഹതാപമുണ്ട്, എൻ്റെ സുഹൃത്തായ ശ്രീ സുനിൽകുമാറിനോട്. അദ്ദേഹം ഇത് കാണുമ്പോൾ അദ്ദേഹം ഒരിക്കലും പറയുന്നത് ഞാൻ അദ്ദേഹം തോൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷെ അദ്ദേഹം തോൽക്കും, സ്വാഭാവികം. അത് CPI കാരനാണ്. തിരുവനന്തപുരത്ത് തോൽക്കും. തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ വ്യക്തിപ്രഭാവത്തോടെയും ശശി തരൂർ ജയിക്കും. തൃശ്ശൂരിൽ മുരളീധരന്റെ വ്യക്തിപ്രഭാവത്തോടെയും മുരളീധരൻ ജയിക്കും. പക്ഷേ സ്വാഭാവികമായിട്ട് രണ്ടാം സ്ഥാനത്ത് BJP വരരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. പക്ഷെ രണ്ടാം സ്ഥാനത്ത് വരേണ്ടി വരും. കാരണം വോട്ടുകളെല്ലാം കുറച്ചു കൊടുക്കുകയാണ്. 2 CPI-ക്കാരെ കുരുതി കൊടുത്തുകൊണ്ട് ഇടതുപക്ഷം അവരുടെ മുഖ്യമന്ത്രിയുടെ മകളെയും അതുപോലെ കരുവന്നൂരിൽ നടന്ന ഈ കോടിക്കണക്കിന് അഴിമതി ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു പാർട്ടി സെക്രട്ടറി 4 ദിവസം മുമ്പ് 1 കോടി രൂപ വിഡ്രോ ചെയ്തു. അത് ഞങ്ങളാരും പറഞ്ഞതല്ല, പത്രക്കാർ പറഞ്ഞതല്ല, ഇത് പറഞ്ഞത് ED ആണ്. ഇൻകം ടാക്സ് ആണ് പറയുന്നത്. ED പറയുന്നുണ്ട് ഇൻകം ടാക്സ്. അപ്പൊ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ഒരു പോളിസി ഉണ്ട്. ഇന്ത്യ അടുത്ത് ഭരിക്കേണ്ട പാർട്ടിയാണ് ഞങ്ങൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയെ തോൽപ്പിച്ച് ഭരിക്കാനാണ് ഞങ്ങൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് സീറ്റ് വിട്ടുകൊടുക്കുകയും അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുകയും ഞങ്ങളുടെ പോളിസിയല്ല, ഞങ്ങൾ ചെയ്യില്ല. കാരണം ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്ത 1-2 സംസ്ഥാനത്ത് മാത്രമുള്ള CPM അത് ചെയ്യുമോ എന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴും ഭയപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. BJPയുടെ പ്രതിനിധിയോട് ചോദിക്കാനുള്ളത്, 2 കൂട്ടരും നിങ്ങളായിട്ട് ഒരു അലയൻസും ഇല്ല എന്നാണ് പറയുന്നത്. BJPയെ അകറ്റി നിർത്തണം, BJP വരാൻ പാടില്ല എന്ന് ഇടതും വലതും ഒരേ അഭിപ്രായം പറയുന്നു. BJPയുടെ അഭിപ്രായം എന്താ? ഇപ്പോൾ നമ്മുടെ ഇതിനു മുമ്പ് സംസാരിച്ച ഇടതുപക്ഷ നേതാക്കളും കോൺഗ്രസ് പ്രതിനിധിയും പറഞ്ഞതുപോലെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ അജണ്ടയോടെ തന്നെയാണ് ഞങ്ങൾ രാഷ്ട്രീയം നടത്തുന്നത്. വളരെ വ്യക്തമായ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഇന്ത്യയിൽ നടത്തുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. കേരളത്തില് ഇപ്പൊ ഇവർ പറയുന്ന ബാന്ധവത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഇവർ 2 കൂട്ടരും ഒരുപക്ഷെ BJPയുടെ ഈ അടുത്ത കാലത്തുണ്ടായ വളർച്ചയും വളരെയധികം ഭയപ്പെട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം പണ്ട് കാലാകാലങ്ങളിൽ മുമ്പ് പലരുമായിട്ടും അലയൻസ് ഉണ്ടായിട്ടുണ്ട്, ഒരു സംശയമില്ലാതെ. കാരണം ഒരുപക്ഷെ അടിയന്തരാവസ്ഥ സമയത്ത് സംഘപരിവാർ സംഘടനകളാണ് അതിനെതിരെ ഏറ്റവും മുന്നിൽ നിന്നത്. ഒപ്പം ഇടതുപക്ഷവും ഒരുമിച്ചായിരുന്നു കൈയോട് കൈ ചേർത്തുകൊണ്ടിരുന്നത്. ഇടതുപക്ഷവുമായി ചേർന്നുകൊണ്ടാണ് ഒരുപക്ഷെ VP സിംഗിന്റെ ഗവൺമെന്റിനെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ താങ്ങി നിർത്തിയിരുന്നത്. അതുപോലെ തന്നെ മറ്റു പല കാലഘട്ടങ്ങളിലും ഇന്ത്യക്കെതിരെ വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിലെ വിഷയങ്ങളിൽ ഇടപെടാൻ ശ്രമിച്ച സമയത്ത് കോൺഗ്രസുമായി BJP ചേർന്ന് നിന്നിട്ടുണ്ട്. കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്താണ് അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് യുണൈറ്റഡ് നേഷൻ പോയി പ്രസംഗിച്ചതും ഇന്ത്യക്ക് വേണ്ടി അവിടെ സ്റ്റാൻഡ് എടുക്കാനായിട്ട് അന്ന് പറഞ്ഞത് അടൽ ബിഹാരി വാജ്പേയിയാണ്. സോ ഈ കാലാകാലങ്ങളിൽ ഈ ഞങ്ങളുടെ ആശയങ്ങളുമായിട്ട് യോജിക്കുന്നവരുമായിട്ട് യോജിച്ച് നിൽക്കാൻ ഞങ്ങൾക്ക് യാതൊരു വഴിയുമില്ല. കാരണം അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം എത്രയോ കോൺഗ്രസുകാർ എത്രയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇന്ന് BJPയിലേക്ക് വരുന്നു. ഇപ്പൊ BJPയുടെ നേതാക്കന്മാരിൽ നിന്ന് നോക്കിയാൽ ഒരുപാട് പേർ പണ്ട് കാലഘട്ടങ്ങളിൽ അവർ പല സംഘടനകളിൽ വർക്ക് ചെയ്തവരാണ്. ഒരു രാഷ്ട്രീയ സ്വയംസേവക സംഘം തുടങ്ങുന്ന സമയത്ത് ഡോക്ടർ കേശവ ഹെഗ്ഡേവാർ അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം RSS എന്ന ഒരു വലിയ സംഘടന തുടങ്ങിയിട്ട് ഇത്തരത്തിലുള്ള മൂവ്മെന്റിനെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ബന്ധങ്ങൾ പല പാർട്ടികളുമായിട്ടും കാലാകാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പക്ഷേ BJP എന്ന സംഘടനയുടെ ഒരു അസ്തിത്വമുണ്ട്. ആ അസ്തിത്വത്തെ ബാധിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ ആ ആശയവുമായിട്ട് സമന്വയിച്ചു പോകുന്ന ആരുമായിട്ടും ഐക്യപ്പെടുവാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. കാശ്മീരിൽ ഞങ്ങൾ അത്തരത്തിലുള്ള അലയൻസ് നടത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇന്ന് ബീഹാറിലായാലും ശരി, ഒറീസയിൽ അത്തരത്തിലുള്ള അലയൻസും ഞങ്ങൾക്കുണ്ട്. സോ BJPയുടെ ഐഡിയോളജിയെ ബാധിക്കാത്ത, ഞങ്ങൾക്ക് ഈ ഇന്ത്യയെ പരമവൈഭവത്തിൽ എത്തിക്കുക എന്നുള്ള ആശയത്തെ ബാധിക്കാത്ത എത്തരത്തിലുള്ള നീക്കമായാലും ഞങ്ങൾ വളരെയധികം തയ്യാറാണ് ഒരു അലയൻസിനായിട്ട്. മറ്റൊരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവർ പറഞ്ഞ രാജ്യസഭ ലോക്സഭ കേരളത്തിൽ എത്ര സീറ്റിന്റെ കാര്യം ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. ഞങ്ങളൊരു A+ മണ്ഡലമായിട്ട് ഞങ്ങൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. ഈ മണ്ഡലങ്ങളിൽ തീർച്ചയായിട്ടും ജയിച്ചു കയറുവാൻ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കുന്നത്. അതിൽ ഈ ഇത്തവണ ഈ വരുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേടുമെന്ന് ഉറപ്പിച്ചിട്ടുള്ള 400 സീറ്റുകളിൽ പരമാവധി സീറ്റുകൾ കേരളത്തിൽ നിന്ന് കൂടി നൽകുവാനായിട്ടുള്ള ശ്രമമാണ്. അത് ഞങ്ങൾ തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും പത്തനംതിട്ടയിലും ആലപ്പുഴയിലും തൃശ്ശൂരും
എല്ലാ ഞങ്ങളും പാലക്കാട്, കാസർഗോഡ് എല്ലാ സ്ഥലത്തും ഞങ്ങൾ ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ശക്തമായിട്ടുള്ള ഇലക്ഷൻ എഞ്ചിനീയറിംഗ് ഞങ്ങൾ അതിനുവേണ്ടി ചെയ്യുന്നുണ്ട്. അത് ഫലം കാണുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞ ഇടതുപക്ഷത്തിന്റെ സഹയാത്രികൻ പറഞ്ഞൊരു കാര്യമുണ്ട്, BJPക്ക് രാജ്യസഭയിലേക്ക് ഒരു സീറ്റ് കൊടുക്കുകയാണ്. രാജ്യസഭയിലേക്ക് ഞങ്ങൾക്ക് കോൺഗ്രസിന്റെ ഒരു സീറ്റ് കിട്ടിയിട്ട് വേണ്ട. കാരണം ഇപ്പോൾ ഏകദേശം 233 മെമ്പർമാരാണ് ഇപ്പോൾ ഉള്ളത് രാജ്യസഭയിൽ. അതിൽ 121 പേരും ഞങ്ങളുടെയാണ്. അതുകൊണ്ട് അവിടെ ഞങ്ങൾക്ക് NDA അലയൻസിന്റെയാണ്. ഒറ്റയ്ക്ക് തന്നെ 90-ൽ മുകളിൽ ഞങ്ങൾക്ക് BJPയെ സംബന്ധിച്ച് അവിടെ മെമ്പർമാരുണ്ട്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് രാജ്യസഭ ഞങ്ങൾക്ക് അത്തരത്തിൽ ഞങ്ങൾ പേടിപ്പെടുത്തുന്ന, അതുകൊണ്ട് ഞങ്ങൾ നിയമങ്ങളൊന്നും നടപ്പിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ അജണ്ട നടപ്പിലാക്കുന്നില്ല, തെറ്റാണ്. ഞങ്ങൾ പറഞ്ഞ ഇലക്ഷനിലേക്ക് ഞങ്ങൾ പറഞ്ഞ അജണ്ട എന്തായിരുന്നു? കാശ്മീരിന്റെ പ്രത്യേക പദവി ഞങ്ങൾ എടുത്തു കളഞ്ഞു. ഇന്ത്യയിൽ CA നടപ്പിലാക്കി കഴിഞ്ഞു. ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞത് എന്താണ്? സ്ത്രീ സംവരണം കൊണ്ടുവരുമെന്ന് ഞങ്ങൾ കൊണ്ടുവന്നു. അത്തരത്തിൽ ഇന്ത്യക്കാരെ സംബന്ധിക്കുന്ന, ഇന്ത്യയെ ഒരു വികസിത രാജ്യമാക്കുന്നതിന് വേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത്, ഇന്ത്യയുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരത്തിൽ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യക്കാരന് വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള യാതൊരു എന്താ പറയുക തട്ടിക്കൂട്ട് അലയൻസിന് താല്പര്യമില്ല. ഞങ്ങളോടൊപ്പം നിൽക്കുന്നവർ ഞങ്ങളിലേക്ക് കൂടുതൽ ആളുകൾ ഒഴുകി വരുന്നുണ്ട്. അത് ഞങ്ങളെ സംബന്ധിച്ച് വരും നാളുകളിൽ ഈ വരുന്ന ഇലക്ഷൻ റിസൾട്ട് വരുന്ന ജൂൺ മാസത്തിൽ 400 സീറ്റിന് മുകളിൽ നേടിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരും എന്ന കാര്യത്തിലും ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല.